ഞാൻ നിന്റെ നാണക്കേടിന്റെ കഥ പരസ്യമാക്കുന്നതിന് മുൻപ് ഈ സദസ്സിൽ നിന്നും നിനക്ക് ഇറങ്ങിപ്പോകാം. കർണ, നീ കേൾക്കുന്നില്ലേ? ദുര്യോധന, നന്മയും തിന്മയും എനിക്കറിയണ്ട. നീ എന്റെ സുഹൃത്താണ്. നിന്റെ തീരുമാനം എന്താണോ അതാണ് എന്റെ ശരിയും. കർണന്റെ വാക്കുകൾ ദുര്യോധനനിൽ കൂടുതൽ ധൈര്യം നൽകി. പാണ്ഡവരെ വധിക്കുവാനുള്ള പല ചിന്തകൾ അവർക്കുള്ളിൽ ഓരോന്നായി ഉദിച്ചു. അത്രയും നേരം മൗനത്തിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ശകുനി ദുര്യോധനനോട് അല്പം ഗൗരവത്തോടെ ശബ്ദമുയർത്തി. ദുര്യോധന, നീ ഒരു വിഡ്ഢിയാണോ? പാണ്ഡവരിൽ ഒരാളെയെങ്കിലും നമുക്ക് വധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത്രയും കാലത്തിൽ? മാതുല, പക്ഷെ ഇത്തവണ എൻ്റെ ആയുധമുനയിൽ അവർ ഓരോരുത്തരുടെയും ചോരയൊഴുകും. നിർത്തു നീ. നമ്മൾ എത്രയോ തവണ അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അപ്പോഴെല്ലാം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തണോ? എപ്പോഴും ഭാഗ്യം തെളിഞ്ഞുവെന്ന് വരില്ല. അന്നവർ വനത്തിൽ നിന്ന് വന്നവരാണ്. എന്നാൽ ഇന്നോ ഒരു രാജ്യം തന്നെ ഭരിക്കുന്നവരാണവർ. അപ്പോൾ എപ്രകാരം നമ്മൾ അവരെ കൊല്ലും? ദുശാസന, മരണമല്ല ഇപ്പോൾ ആലോചിക്കേണ്ടത്. മറ്റെന്തോ മാതുലന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഇത് കേട്ട ശകുനി ദുര്യോധനനടുത്തേക്ക് ചെറു പുഞ്ചിരിയോടെ വന്നു. നമ്മുടെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം ചിരിയായിരിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇര ധർമ്മപുത്രൻ യുധിഷ്ഠിരൻ തന്നെ. നമ്മുടെ തന്ത്രം. ശകുനി തന്റെ അരക്കെട്ടിൽ നിന്നും തുണിയിൽ പൊതിഞ്ഞ ഒരു വസ്തുവെടുത്ത് അവർക്ക് മുന്നിൽ നിരത്തി. ദുര്യോധനന്റെയും കർണന്റെയും ദുശാസനന്റെയും കണ്ണുകൾ ശകുനിയുടെ കൈകളിലേക്കായി.